എൻ്റെ ചാനലിലേക്ക് വീണ്ടും സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. ഇന്ന് ഞാൻ ഇതുപോലത്തെ ഒരു കേക്കിൻ്റെ ബോക്സിൻ്റെ ഒരു പീസും കൊണ്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല. നമ്മളുടെ അടുത്ത് ബിസ്ക്കറ്റിൻ്റെ ഡാർക്ക് ഫാൻറ്റസിയുടെ ഒക്കെ ബോക്സില്ലേ, അങ്ങനത്തെ ബോക്സ് ആയാലും മതി, അല്ലെങ്കിൽ ടൂത്ത് പേസ്റ്റിൻ്റെ ബോക്സ് ആയാലും മതി. അങ്ങനത്തെ എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് ബോക്സ് അതെടുക്കുക. എന്നിട്ട് ഇപ്പം ഞാൻ 30 സെൻറ്റിമീറ്റർ സ്കെയിലിൻ്റെ അളവാണ് ഞാൻ എടുക്കാൻ പോയത്. ആദ്യം 30 എടുക്കാൻ പോയത്, പിന്നെ ഞാൻ വിചാരിച്ചു 15 വെച്ചിട്ട് കാണിക്കാമെന്ന്. 16 സെൻറ്റിമീറ്റർ ഞാനിവിടെ ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്ത് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാ നമുക്ക് ഇത്രയും, അതായത് ഒരു 16 സെൻറ്റിമീറ്റർ അളവിലുള്ള ഒരു കാർഡ്ബോർഡിൻ്റെ സ്ട്രിപ്പ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്ക് കേക്കിൻ്റെ ബോക്സ് ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ ബാക്കിൽ ഓൾറെഡി ഡിസൈൻ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് എടുക്കാം. പക്ഷെ ആകെ ശ്രദ്ധിക്കേണ്ട കാര്യം കുറച്ച് സ്മൂത്തായിട്ടുള്ള കാർഡ്ബോർഡ് എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഇതിൽ ഓരോ സെൻറ്റിമീറ്ററും അളവ് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. 1 മുതൽ 15 വരെ ഓരോ സെൻറ്റിമീറ്ററും നമ്മളൊന്ന് ഇതിൽ മാർക്ക് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഇത് മാർക്ക് ചെയ്യുന്നത് നമ്മൾ ഈ ഒരു സ്ട്രിപ്പിൻ്റെ മിഡിലായിട്ടാണ്. അപ്പോൾ ഇതാ നമ്മൾ ഓരോ സെൻറ്റിമീറ്ററായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഈ ഓരോ മാർക്ക് ചെയ്ത ഡോട്ടും നമ്മളൊരു സേഫ്റ്റി പിന്ന് വെച്ചിട്ട് ഒരു ഹോളാക്കി കൊടുക്കാനാണ് പോകുന്നത്. ഒന്ന് കുത്തി കൊടുക്കുക. എല്ലാത്തിനും അങ്ങനെ ഹോളാക്കി കൊടുത്തതിന് ശേഷം നമ്മളൊരു ടൂത്ത് പിക്ക് എടുത്തിട്ട് നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒന്ന് പാസ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്തിനാണെന്ന് വെച്ചാൽ ഈ ഒരു ഹോള് വലുതാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ്. അധികം വലുതാവാൻ പാടില്ല. ഇനി നമ്മൾ ഒരു പെൻസിൽ അല്ലെങ്കിൽ ഒരു പെന്നിൻ്റെ നിബ് എടുത്തിട്ട് ഇത് കുറച്ചും കൂടെ ഒന്ന് വലുതാക്കി കൊടുക്കണം. അപ്പോൾ പെൻസിൽ നിങ്ങൾ കാണുന്നുണ്ടാവും, ജസ്റ്റ് അതിൻ്റെ ആ ഒരു പോയിൻറ്റിൻ്റെ എഡ്ജ് മാത്രമേ നമ്മൾ കുത്തി കൊടുക്കുന്നുള്ളൂ. മൊത്തമായിട്ട് കുത്തിയിട്ട് ഈ ഹോള് വലുതാക്കി എടുക്കരുത്. അപ്പോൾ ഇതേ നമ്മുടെ കോമ്പസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതെങ്ങനെയാണ് യൂസ് ചെയ്യാമെന്നല്ലേ. സർക്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ബ്ലാക്ക് പെൻസിലും ഒരു ഓറഞ്ച് പെൻസിലും എടുത്തിട്ടുണ്ട്. ബ്ലാക്ക് പെൻസിൽ ഞാൻ ഫിക്സ് ചെയ്ത് പിടിക്കാൻ പോകുന്ന പെൻസിലാണ്. അപ്പോൾ അത് ഏതെങ്കിലും ഒരു ഡോട്ടിൽ കുത്തി പിടിച്ചതിന് ശേഷം അത് പിന്നെ അനക്കാൻ പാടില്ല. പിന്നെ നമ്മളുടെ അളവിൽ ഇപ്പോൾ 2 സെൻറ്റിമീറ്റർ ആണ് വേണ്ടതെങ്കിൽ ആ പെൻസിലിൻ്റെ പോയിൻറ്റിൽ നിന്ന് 1 2 ഡോട്ടിൽ നമ്മൾ മറ്റേ ഓറഞ്ച് പെൻസിൽ കുത്തിയിട്ട് ഒന്ന് സർക്കിൾ വരച്ച് കൊടുക്കുക. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും. ഇതിപ്പം 4 സെൻറ്റിമീറ്റർ ഉള്ള ഒരു സർക്കിളാണ് നമ്മൾ വരയ്ക്കുന്നത്. അപ്പോൾ സ്കെയിൽ വെച്ച് അളന്ന് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും. ഇതിപ്പോൾ 4 സെൻറ്റിമീറ്ററിൻ്റെ സർക്കിളാണ് വരച്ചിട്ടുള്ളത്. ഇനി നമ്മൾ വേറെ കണ്ടിന്യൂസ് ആയിട്ട് 1 സെൻറ്റിമീറ്റർ 2 സെൻറ്റിമീറ്റർ അങ്ങനെ അളവിൽ കുഞ്ഞു കുഞ്ഞു സർക്കിൾസ് ഒരേ പോയിൻറ്റിൽ നിന്ന് നമുക്കൊന്ന് വരച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഓറഞ്ച് പെൻസിൽ വെച്ച് ഒരു പോയിൻറ്റ് ഫിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി നമ്മൾ ബ്ലാക്ക് പെൻസിലിനെ കൊണ്ട് 1 മുതൽ 5 സെൻറ്റിമീറ്റർ, അതായത് 1 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ, പിന്നെ 2 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സർക്കിൾ, അങ്ങനെ നമ്മൾ വരച്ചെടുക്കുകയാണ്. ഒരേ സെൻറ്ററിൽ നിന്നാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളുടെ ഈ മിഡിൽ പോയിൻറ്റ് ഈ പെൻസിൽ കുത്തിയ അവിടെ നിന്ന് പിന്നെ പെൻസിൽ എടുക്കാൻ പാടില്ല. കുറച്ചും കൂടെ എളുപ്പത്തിൽ അളവ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ കാർഡ്ബോർഡിൻ്റെ മേലെ തന്നെ 1 2 3 മാർക്ക് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഇപ്പോൾ 5 സെൻറ്റിമീറ്ററിൻ്റെ ഒക്കെ സർക്കിൾ വരയ്ക്കാൻ അളവ് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഫിക്സ് ചെയ്യുന്ന ഡോട്ട് പോയിൻ്റിൽ നിന്ന് ഇപ്പോൾ 2 സെൻറ്റിമീറ്ററിൻ്റെ ആണെങ്കിൽ 1 2 രണ്ടാമത്തെ ഹോളിലേക്ക് പെൻസിൽ കുത്തി വെച്ചിട്ട് വരയ്ക്കാം. അപ്പോൾ ഇവിടെ നമുക്ക് 2 സെൻറ്റിമീറ്റർ 3 സെൻറ്റിമീറ്റർ 4 5 സെൻറ്റിമീറ്റർ വരെയുള്ള സർക്കിൾസ് വരച്ചിട്ടുണ്ട്. അപ്പം എളുപ്പമാണ്, ജസ്റ്റ് ഒരു കാർഡ്ബോർഡിൻ്റെ കാര്യമേ ഉള്ളൂ. കോമ്പസ് ഒന്നും ഇല്ലാത്തവർക്ക് ഉപകാരപ്പെടും. എന്തായാലും കുട്ടികൾക്കൊക്കെ കോമ്പസ് യൂസ് ചെയ്യാൻ അറിയാത്തവർക്കും ഒക്കെ ഇത് യൂസ്ഫുൾ ആയിരിക്കും. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ഈ തരുന്ന സപ്പോർട്ടിനൊക്കെ ഒരുപാട് നന്ദിയുണ്ട്. താങ്ക് യു സോ മച്ച്.